പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരത്ഭുത ദേവാലയത്തിലാണ് ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. ദൈവമാതാ ഭദ്രാസന ദേവാലയം ഇന്ത്യയിലെ റോമൻ കത്തോലിക്ക സഭ ആരംഭിച്ചത് ഇവിടെയാണ്. റോമയുമായിട്ട് ഇന്ത്യൻ ട്രഡീഷനിലെ ക്രിസ്ത്യൻസ് ബന്ധം തുടങ്ങുന്നതിന് കാരണമായ പള്ളിയിലാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷ നടക്കുന്നത്. ഇവിടെ പിയേത്രോ ദി കോവിൽഹാം എന്ന ഗ്രേറ്റ് മിഷണറി 1498 കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്തിയ സ്ഥലമാണ് പ്രിയപ്പെട്ട മക്കളെ. ആ രക്തത്തിൻ്റെ കറയാലാണ്, ആ ചോരയുടെ മണത്താലാണ് ഈ ഭാരതത്തിൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് ആരംഭം കുറിച്ചത്. നമുക്ക് 2 ട്രഡീഷനുണ്ട് പ്രധാനമായിട്ട്. നമുക്കറിയാം, സിറോ മലബാർ സഭ വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ വരവോടെ കേരളത്തിലേക്ക് വന്നത്. രണ്ടാമത്തേത് വാസ്കോ ഡി ഗാമയുടെ കാലഘട്ടം മുതൽ ആരംഭിച്ച് റോമൻ കത്തോലിക്ക സഭ. അങ്ങനെ ആ സെൻറ് തോമസ് ട്രഡീഷൻ ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക റോമയുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നതിന് കാരണമായ കത്തീഡ്രൽ പള്ളിയാണിത്. പ്രിയപ്പെട്ട മക്കളെ, പുതിയൊരു അഭിഷേകം, പുതിയൊരു അനോയിൻറ്റിങ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ആ ഒരു അനോയിൻറ്റിങ് മാത്രം മതി നിങ്ങളിലുള്ള നാരിക ശക്തികൾ, അന്ധകാര സേനകൾ, ദുഷ്ടാത്മ സംഘങ്ങൾ, പ്രകൃതി വിരുദ്ധ ശക്തികൾ, തിന്മയുടെ ആധിപത്യങ്ങൾ, നെഗറ്റീവ് എനർജികൾ യേശു നാമത്തിൽ ബന്ധിക്കപ്പെടാൻ. പ്രിയപ്പെട്ടവരെ, കൊല്ലം വാടി കൺവെൻഷൻ വലിയ അനുഗ്രഹപ്രദമായി മാറി. അതിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു. അനവധിയായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് പ്രവർത്തിച്ചു. മക്കളെ, സാത്താൻ ബന്ധിക്കപ്പെട്ടു. മക്കളെ, അതേ കൃപകളോടെ, അതേ അഭിഷേകത്തോടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാരിക ശക്തികളെയും, എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും, എല്ലാ നെഗറ്റീവ് എനർജികളെയും, എല്ലാ പാപശക്തികളെയും, എല്ലാ നരക സർപ്പങ്ങളെയും, എല്ലാ സർപ്പദോഷങ്ങളെയും, എല്ലാ കൈവശ ദോഷങ്ങളെയും, എല്ലാ കൂടോത്രങ്ങളെയും, അകാരണ ഭയങ്ങളെയും, വിശുദ്ധിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെയും, പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെയും, നിങ്ങളുടെ തൊഴിൽ മേഖലയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ, അവരുടെ ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, വീടില്ലാത്ത അവസ്ഥകൾ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൻ്റെ ശക്തിയാൽ, ഈ ഭദ്രാസന ദേവാലയത്തിൻ്റെ അഭിഷേകത്താൽ, ദൈവമാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരുന്ന കൽക്കുരിശിൻ്റെ അഭിഷേകത്താൽ ഇത് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവർക്കും ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മോചനം ലഭിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഇത് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 27-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ അനുഭവത്തെ അന്വേഷിക്കുക. നമുക്ക് വേണ്ടത് ഒരു ദൈവവുമായിട്ട് ഒരു ഹൃദയ ബന്ധമാണ്. ഈശോയേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വീടിന്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു വരണം. മക്കളെ,
അതാണ് നമുക്ക് ഡെലിവറൻസ് നൽകുന്നത്. ഈ വിശ്വാസത്തോട് ചേർന്ന് നമുക്ക് എഴുന്നേറ്റ് നിന്ന് സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഫോക്കോ ദെല്ലോ സ്പിരിറ്റോ സാന്തോ, ഫോക്കോ ദി ദിയോ, ഷെന്തി 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 സുതി കൊസ്ത പോപ്പലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. ദൈവമേ, സർവശക്തനായ പിതാവേ, അജയശക്തിയുടെ ഉൽപാദക, പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിൻ്റെ രാജാവേ, സദാ മഹാ വിജയം നേടുന്ന ജേതാവേ, അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു, പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു, ശത്രുവിൻ്റെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നു. ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവ്വം മഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ വാത്സല്യവുമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഞ്ഞു തുള്ളി കൊണ്ട് പവിത്രീകരിക്കണമെന്നും ഭയത്തോടും വിറയലോടും കൂടെ കർത്താവേ, ഞാൻ അങ്ങയോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങൾ, സ്ഥലങ്ങൾ, തൊഴിൽ മേഖല, വാഹനങ്ങൾ, യാത്രകൾ, ജീവിതങ്ങൾ, മക്കൾ, അവരുടെ ജീവിതങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ കല്യാണങ്ങൾ, അവരുടെ സാമ്പത്തിക മേഖലകളിൽ എല്ലാ ബന്ധനങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മോചിപ്പിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തിനായി അപേക്ഷിക്കുന്നു ഈശോ. എല്ലാവിധ പൈശാചിക ശക്തികളെ, സാത്താൻ കോട്ടകളെ, തിന്മയുടെ ആധിപത്യങ്ങളെ in the name of Jesus I command every spirit of evil to depart from you. Bless in the name of Jesus. Bless in the name of Jesus. Bless in the name of Jesus. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കിനി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് ചങ്ങനാശ്ശേരി രൂപതയുടെ ഫൊറോനയായ മണിമല ഫൊറോനയിൽ പൊൻകുന്നം എന്ന സ്ഥലത്തിനടുത്താണത്. നിങ്ങൾ ആ ഭാഗത്തുള്ള എല്ലാവരും ജനുവരി 2, 3, 4 തീയതികളിലുള്ള അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മണിമല ഫൊറോന കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആ ഭാഗത്തുള്ള എല്ലാവരോടും വരാൻ പറയണം. നിങ്ങൾക്ക് പരിചയമുള്ളവർക്കെല്ലാം നിങ്ങൾ മെസ്സേജ് വിടണം. ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ തന്നെ ഒരു സാത്താൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിട്ടുമാറും. മക്കളെ, ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന അനേകം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങൾ, കല്യാണം നടന്നതിൻ്റെ സാക്ഷ്യങ്ങൾ, വഴി തുറന്നു കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങൾ, അതായത് ഒരിക്കലും വഴി കിട്ടില്ല എന്ന് കരുതിയത് 1 രൂപ പോലും ചിലവാക്കാതെ കോടിക്കണക്കിന് രൂപയ്ക്ക് തൻ്റെ വസ്തു വിൽക്കത്തക്ക രീതിയിൽ ഇപ്പോൾ മാറിയത് ആ വഴി കിട്ടിയത് കൊണ്ടാണ്. അത് നിരന്തരം ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തപ്പോൾ അങ്ങനെ അനുഗ്രഹം കിട്ടിയതിന് സാക്ഷ്യം ഞാൻ കേട്ടു. അതുപോലെ തന്നെ കല്യാണം നടന്നു, ക്യാൻസർ മാറി, നട്ടെല്ല് സുഖപ്പെട്ടു, അടിവയറ്റിലെ വേദന മാറി, പാൻക്രിയാസ്, ലിവർ, കിഡ്നി രോഗങ്ങൾ സുഖപ്പെട്ടതിൻ്റെ അനവധിയായ സാക്ഷ്യങ്ങൾ അച്ഛനെ മൊബൈലിലൂടെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് മക്കളെ. അതോടൊപ്പം തന്നെ അച്ഛൻ ജനുവരി മാസം മുതൽ ഈ ഭദ്രാസന ദേവാലയത്തെ എല്ലാം ആരംഭിക്കാൻ പോകുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടുത്തെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ വലിയ പഴയ മിഷണറിമാർ നിറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളുള്ള സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. വലിയൊരു ശുശ്രൂഷ അച്ഛൻ ഒരുക്കാനായിട്ട് ആഗ്രഹിക്കുക. എല്ലാ ചൊവ്വാഴ്ചകളിലും സന്ധ്യക്കാണ് തുടങ്ങുന്നത്. വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച് രാത്രി 8 മണി. ജനുവരി 13 ആദ്യത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് അച്ഛനെ വ്യക്തിപരമായിട്ട് കാണാനും വരുവാനും പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യങ്ങൾ അച്ഛൻ ഒരുക്കുന്നതാണ്. ഇപ്പോൾ തന്നെ സാധിക്കുന്നവർ ജനുവരി മാസത്തിൽ ദിവസങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുക. 100 കണക്കിന് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്ത് ഇതിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ ആ ദിവസം നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.